ഫ്ലവേഴ്സ് TV ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. എന്തു പറ്റി ശ്രീ? എടോ, റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കുറേ സമയമായല്ലോ, ഒന്നും കഴിച്ചുമില്ല. എന്നോട് ദേഷ്യമാണോ? പറ. പോട്ടെ ശ്രീ, ഈ വസ്തുവിന്റെ പേരിൽ വലിയ തർക്കം വേണ്ടെന്ന് വിചാരിച്ചായിരിക്കും അച്ഛൻ അങ്ങനെ പറഞ്ഞേ. എന്റെ അമ്മ ഇപ്പൊ മാമന്റെ അടുത്ത് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഒന്നും ആ തലയിൽ കയറൂല. അത് ഈ തല ഒന്ന് തണുക്കട്ട്, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കണ്ടാ, ഞാൻ മിണ്ടാതെ ഇവിടെ ഇരിക്കുകയാണ്. നീ വന്ന് അതിന്റെ പിറകെ ഇവരും വന്ന് നീ എല്ലാരും കൂടെ ചേർന്ന് തുടങ്ങി. മാമ, ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ മാമന്റെ അടുത്ത് സംസാരിക്കാൻ വന്നതല്ല. ഞങ്ങൾ മമ്മായി ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പൊ മമ്മായിയുടെ അടുത്തേക്ക് വന്നതാണ്. മമ്മായി അകത്തോട്ട് വരുന്നുണ്ടോ? ഇപ്പൊ മാമയുടെ അടുത്ത് സംസാരിക്കുന്നത് നല്ലതല്ല. ഈ ടെമ്പർ ഇരിക്കുന്നതുകൊണ്ട് മാമൻ ചിലപ്പോ ഫിസിക്കലി ഉപദ്രവിച്ചെന്നൊരിക്കും. ഈ പിള്ളേർക്ക് ഇത് എന്തിന്റെ കേടാണ്? കുറച്ച് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ കയറി ഇരിക്കണേ. സമ്മതിക്കൂലേ? പോ കയറി പോ, അത് പോ. ഈ അകത്ത് കാണിച്ച പൊടിപൂരത്തിന്റെ ബാലൻസ് ആണോ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ചെല്ലേ, പോയി അകത്തങ്ങനെ ഇരിക്കും. അതാണ് ഞാനും പറയണത്. ആദ്യം ഇവര് വരും, അതിന്റെ പിറകെ നീ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി മേലെ വീണ്ടും കാര്യത്തിന് വേണ്ടി എന്നെ പറഞ്ഞു വിടും. ഞാൻ പറഞ്ഞുട്ടോ നിന്നെ അങ്ങോട്ട്. അമ്മ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ. നീ പോയി. അത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്കറിയായിരുന്നു. ഇവനല്ലേ പോയത്. കണ്ടുകൂട്ടാൻ ഇങ്ങനെ അല്ലായിരുന്നല്ല. നീ അല്ലേ പറഞ്ഞത് പണ്ട് തൊട്ടേ കൂട്ടും അമ്മ ഇങ്ങനെ തന്നെ ആയിരുന്നെന്ന്? മാമ ഉള്ളത് പറയാമല്ലോ. പണ്ടൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മാമൻ എന്തൊരു ഭയത്തോടെ കാര്യങ്ങൾക്ക് ഡീൽ ചെയ്യാറെന്നറിയോ? മാമ ഫുള്ള് കൈവിട്ട് പോയേക്കാണ് കേട്ടോ. അതാണ്, ഞാൻ കുറച്ച് നാളായിട്ട് മാനസിക പിരിമുറുക്കത്തിലാണ്. അതനുസരിച്ചിട്ട് നിങ്ങൾ നിൽക്കണ്ടേ? ഞാൻ ഒന്ന് പറയുമ്പോൾ നിങ്ങൾ 9 പറഞ്ഞുകൊണ്ട് വരെയല്ലേ? എടാ, ഈ മാനസിക പിരിമുറുക്കം ഇല്ലാത്തത് ആർക്കാ ഇപ്പോ? എല്ലാവർക്കും ഉണ്ട് മാനസിക പിരിമുറുക്കം. കാരണം എന്താണെന്നറിയാമോ? നമ്മളെയൊക്കെ ജീവിതശൈലി അങ്ങനെ ഇപ്പോ. അല്ലെങ്കിൽ പിന്നെ ഈ വീടും ജോലിയൊക്കെ ഉപേക്ഷിച്ച് നമുക്ക് പടവത്ത് പോയി നിൽക്കാം. എന്നിട്ട് അവിടെ കൃഷി ചെയ്ത് കിട്ടണത് നമുക്ക് കഴിക്കാം. ആരുടെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കാനും പോകരുത്, ആരുടെ കാര്യത്തിൽ തലയെ ഇടരുത്. ഫ്രീ ലൈഫ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഫ്രീ ആയിട്ട് നീ കുഴിപ്പള്ളത്ത് പോയെന്നില്ല, അതാണ് നിനക്ക് നല്ലത്. ഇനി എന്റെ അടുത്ത് കുഴിപ്പുറത്ത് പോകാൻ പറഞ്ഞാൽ മാമ എന്റെ സ്വഭാവം മാറും. ചേട്ടാ, എന്തോന്ന് ഇത്? എല്ലാം കൂടെ ഒന്ന് അകത്തോട്ട് കയറിപ്പോ. ഞാൻ കുറച്ചു നേരം ഇവിടെ ഒന്ന് ഇരുന്നോട്ട്. കുട്ടുമാമോയ്, എന്താടാ? മാമനെ ഞാനിപ്പോ സന്തോഷത്തിന്റെ പൂമരച്ചോട്ടിലെത്തി. മാംസ് ടൺ ടടൈ, മാമന്റെ ബോട്ട്. എന്റെ ബോട്ട്. സന്തോഷായില്ലേ മാമന്? സന്തോഷായടാ ചേച്ചി. കളറൊക്കെ അടിച്ചാടാ നീ? ഇത്രയും നേരം അട്ടഹാസമായിരുന്നു. ഇനി കരച്ചിലായിരിക്കും. എനിക്ക് വയ്യ കേട്ടോ, ഇനി അതും കാണാൻ പോവാണേ. മക്കളെ, മാമന്റെ ബോട്ട്. ഒരുപാട് ഓർമ്മകളാണ് ഈ ബോട്ടാണ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.